നമുക്കെല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അതിപ്പോൾ ഏത് മേഖലയും ആയിക്കോട്ടെ, ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖല, അക്കൗണ്ടൻറ്റ്, ബാങ്കിങ് പ്രൊഫഷണൽസ്, അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖല, എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ ആണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ആർക്കിടെക്റ്റ്, നിർമ്മാണ തൊഴിലാളികൾ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ മേഖലകൾ. ഇനി അതുപോലെ ആരോഗ്യരംഗത്താണെങ്കിൽ ഡോക്ടർമാർ, സർജൻ, നേഴ്സ്, ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡെന്റിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, റേഡിയോളജിസ്റ്റ്, മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യൻ. ഇനി അതുപോലെ തന്നെ കാർഷിക മേഖലയാണെങ്കിൽ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ വാണിജ്യ രംഗത്ത് കടയുടമകൾ, സെയിൽസ് എക്സിക്യൂട്ടീവുകൾ, മാർക്കറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർ. ഇനി സാങ്കേതിക വിദ്യാ രംഗത്താണെങ്കിലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡാറ്റാ സയൻറ്റിസ്റ്റുകൾ, IT പ്രൊഫഷണൽസ്, ഇങ്ങനെ തുടങ്ങി എല്ലാ തൊഴിൽ മേഖലകളിലുള്ളവരും, സർക്കാർ ജീവനക്കാർ, അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. Please subscribe our channel. നമുക്കെല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളം മാസം ലഭിക്കുന്നവരുണ്ടാകാം, ദിവസം ലഭിക്കുന്നവരുണ്ടാകാം, ഒരു പക്ഷേ ആഴ്ചയിലൊക്കെ ആയിരിക്കും ശമ്പളം ലഭിക്കുന്നവർ. നമ്മുടെ സമൂഹത്തിൽ 3 കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്: റിച്ച്, മിഡിൽ ക്ലാസ്, അതോടൊപ്പം തന്നെ പുവർ. സമ്പന്നരെ സംബന്ധിച്ച് ഇവരുടെ ചിന്താഗതി തന്നെ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ പുവർ ആയിട്ടുള്ള, അതായത് പാവപ്പെട്ട ആളുകൾക്ക് അന്നുള്ള അവരുടെ ചിലവുകൾ കൃത്യമായി മീറ്റ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വരവ് വരുന്നു, അത് അതേപടി ചിലവായി പോകുന്നു. പിന്നെ അടുത്ത ദിവസവും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അന്നന്ന് പണി കിട്ടണം, ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. എന്നും അവർക്ക് ജോലി ഉണ്ടാകും, വൈകിട്ട് കാശ് കിട്ടും, അല്ലെങ്കിൽ ആഴ്ചയിൽ കാശ് കിട്ടും, അല്ലെങ്കിൽ മാസം അവസാനം കാശ് കിട്ടും. ഇനി ദിവസം കിട്ടുന്നവരാണെങ്കിലോ അതോടെ അന്നത്തെ ചിലവും കാര്യങ്ങളുമൊക്കെ തീരും. പിന്നെ അന്ന് മിച്ചമായിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് കൊണ്ടുപോയി വെള്ളമടിക്കും. കാരണം ആ പണം എങ്ങനെയെങ്കിലും തീർക്കണം. അത് ആ കാശ് തീർക്കാതെ അന്നത്തെ ദിവസം അവർക്ക് ഉറക്കം വരില്ല. അപ്പോൾ ആളുകളുടെ ഉള്ളിലുള്ള ഈ ഒരു ചിന്താഗതി, അതാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ സമൂഹത്തിൽ പൂറാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പൂറായിട്ടുള്ള ആളുകൾ അവർ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലേക്കൊക്കെ തന്നെ ചിന്തിച്ചാൽ, കാര്യങ്ങൾ മാറിയാൽ തന്നെ റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് വന്നാൽ അവർ തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി വരും. അപ്പോൾ ഈ പൂറായിട്ടുള്ള ആളുകൾ അവർ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അല്ലെങ്കിൽ റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് അവരുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി വരും. സോ ഇവിടെയാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രസക്തി ഏറെ ശ്രദ്ധേയമാകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്, ഈ കറൻസി നോട്ട് എന്നത് അത് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. അതായത് ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ ഈ കടലാസ് കഷ്ണം നിങ്ങളെ പതിയെ പതിയെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യരുത്. പകരം പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറുതെ ഒരു 2 ലക്ഷം രൂപ അങ്ങ് വയ്ക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇരിക്കുമ്പോഴും നോക്കുക, നമ്മുടെ എക്കോണമിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നതാണ് നമുക്ക് കാണാനാവുക. കാരണം എന്താണ്? പണപ്പെരുപ്പം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ 2 ലക്ഷം രൂപ അടുത്ത വർഷവും അതിനടുത്ത വർഷവും ഒക്കെ തന്നെ 2 ലക്ഷം രൂപ തന്നെയായിരിക്കും. മാത്രമല്ല ഈ വർഷം ആ 2 ലക്ഷം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവും അത് അടുത്ത വർഷം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാകും. അതായത് ശരിക്കും പണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പണം നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കണം. എങ്ങനെ നിക്ഷേപിക്കണം? ഈ പണപ്പെരുപ്പത്തിൽ എത്രത്തോളം മൂല്യം നഷ്ടമാകുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് നിക്ഷേപിക്കണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യം പറഞ്ഞാൽ, ഈ പണത്തെ കൊണ്ട് നിങ്ങൾ അങ്ങ് പണിയെടുപ്പിക്കണം, മാക്സിമം അങ്ങ് പണിയെടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി പുറപ്പെട്ട് നിക്ഷേപിക്കാൻ അങ്ങ് പോകരുത്. ഈ നിക്ഷേപിക്കാനായിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നിക്ഷേപം ആരംഭിക്കേണ്ടത്. അതിലാദ്യം നിങ്ങൾ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ഫാമിലി കവറുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലൊരു എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമായിരിക്കണം നിക്ഷേപത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് പെട്ടെന്നൊരു ആശുപത്രി ചിലവ്, ഒരു സീരിയസ് ആയിട്ട് ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ ഓടിച്ചെന്ന സ്ഥലം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, നമ്മുടെ ഓഹരികൾ ഒന്നും വിൽക്കാനായിട്ട് പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രീമിയം തുക മുടക്കിക്കൊണ്ട് നമ്മളൊരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോക്കുക, ഇന്ന് മാർക്കറ്റിൽ ധാരാളം കമ്പനികളുടെയൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള പ്ലാനുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. സോ ആ പ്ലാനുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉചിതമായത്, നിങ്ങൾക്ക് എന്തൊക്കെ കവറേജ് വേണം അതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആദ്യം തന്നെ എടുക്കേണ്ടതാണ്. ഇതിനുശേഷമാണ് നമ്മൾ നമ്മുടെ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്. ഈ പണത്തെ കൊണ്ട് നമ്മൾ ശരിക്കും അങ്ങ് പണിയെടുപ്പിക്കണം.
ഈ പണത്തെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഈ ഇൻഫ്ലേഷനെ തീർച്ചയായിട്ടും മറികടക്കുന്ന രീതിയിൽ ഒരു മികച്ച നിക്ഷേപം നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ ഈ റോബർട്ട് കിയോസാക്കിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യം, അതായത് നമ്മുടെ സാധാരണ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പണത്തിന് എത്രമാത്രം വിലയാണ് നമ്മൾ നൽകുന്നതെന്ന്. റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 അച്ഛന്മാരുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട അച്ഛനും ഒരു പണക്കാരനായിട്ടുള്ള അച്ഛനും. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട അച്ഛനാകട്ടെ എപ്പോഴും ശമ്പളത്തിൽ മാത്രം അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ പണക്കാരനായിട്ടുള്ള അച്ഛനാകട്ടെ എപ്പോഴും അസറ്റ്സ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഈ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച പാവപ്പെട്ട അച്ഛനാകട്ടെ എപ്പോഴും ദരിദ്രനായി തന്നെ തുടർന്നു. എന്നാൽ അസറ്റ്സ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പണക്കാരനായ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി പണം ജോലി ചെയ്യുന്നത് കൊണ്ട് വലിയ സമ്പന്നനായി മാറുകയും ചെയ്തു. ഇതാണ് റോബർട്ട് കിയോസാക്കിയുടെ ഈ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമ്മുടെ പണത്തെ കൊണ്ട് അതിനെ കൃത്യമായിട്ട് പണിയെടുപ്പിക്കാം, അതിനുള്ള 10 സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില സാമ്പത്തികപരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ അത് നമുക്ക് കൃത്യമായിട്ട് ഇതുവഴി തിരുത്താൻ സാധിക്കും. ഇവിടെ എല്ലാവർക്കും പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് അത് ബാങ്കുകൾ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും പഠിച്ച ഒരേ ഒരു കാര്യം, അത് കഷ്ടപ്പെടുക, പണം സമ്പാദിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റുക, ബാക്കി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കിലിടുക. അതായത് വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്നത് നമ്മൾ, എന്നാലോ ആ പണം കൊണ്ട് ലാഭമുണ്ടാക്കുന്നത് ബാങ്കുകൾ. നമ്മൾ ബാങ്കുകളെ ഒരു സുരക്ഷിതമായ ഇടമായിട്ട് കാണുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് നമ്മുടെ പണം വളരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് ഒരു തെറ്റാണ്. ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണം അത് സുരക്ഷിതമല്ല. ആ 3% പലിശ കൊണ്ട് വരാനിരിക്കുന്ന വിലക്കയറ്റത്തെ നിങ്ങൾക്ക് നേരിടാനായിട്ട് സാധിക്കില്ല. ഓരോ വർഷവും പണപ്പെരുപ്പം 8 മുതൽ 10% വരെ വെച്ച് കൂടുമ്പോൾ ബാങ്ക് തരുന്നത് വെറും 4%. അതായത് ഇന്ന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന് നോക്കുക, അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിന് 11 ലക്ഷമാകും. പക്ഷേ നിങ്ങളുടെ ബാങ്കിലുള്ള 10 ലക്ഷം അത് 10,40,000 രൂപയാകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പണം വളർന്നു, പക്ഷേ അതുകൊണ്ട് നമുക്ക് ആ കാർ വാങ്ങാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇനി സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, ആ കാര്യം നോക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന പണം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? സത്യത്തിൽ അത്രയും പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ല. നിങ്ങളിടുന്ന പണം ബാങ്കുകൾ മറ്റുള്ളവർക്ക് ലോണായിട്ട് കൊടുത്ത് 14-15% വരെയൊക്കെ പലിശ നേടുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് തരുന്നത് വെറും 4% പലിശയാണ്. അപ്പോൾ ആ പണം സിസ്റ്റത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയൊരു കടക്കാരൻ ഈ പണം തിരിച്ചടച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പണവും ബാങ്കിലിടുന്നത് ബുദ്ധിയാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കും വേണ്ട പണം മാത്രം ബാങ്കിൽ നിക്ഷേപിക്കുക. ബാക്കിയുള്ള പണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അതിലൊന്ന് ഭൂമിയാണ്. ഭൂമിയിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെ നിക്ഷേപിക്കുന്നത് നിങ്ങളെ പെട്ടെന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സഹായിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏത് സമ്പന്നനെ എടുത്ത് നോക്കിയാലും ബിസിനസ്സിനൊപ്പം അവർ ഒരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപവും ഉറപ്പായിട്ടും സ്വീകരിച്ചിട്ടുണ്ടാകും. കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ടാക്സ് ബെനിഫിറ്റ് കിട്ടും, കാലം കഴിയും തോറും ഭൂമിയുടെ വില കൂടും, വിലക്കയറ്റത്തെ പേടിക്കേണ്ട, പോരാത്തതിനെ മറ്റുള്ള ലോണുകളേക്കാൾ എളുപ്പത്തിൽ ഹോം ലോണുകൾ ലഭിക്കുകയും ചെയ്യും. അതുവഴി മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് റീറ്റ്സ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അതായത് ഭൂമി വാങ്ങാൻ ഒരുപാട് പണം വേണം. സോ അതില്ലാത്തവർക്കുള്ള ഒരു മികച്ച വഴിയാണ് റീറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മ്യൂച്വൽ ഫണ്ട് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മോളുകൾ, അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ പോലെയുള്ള വലിയ പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഇതിൽ നിന്ന് കിട്ടുന്ന വാടകയുടെ 90% അവർ നിക്ഷേപകർക്ക് ഡിവിഡൻഡായിട്ട് നൽകുകയാണ്. സോ ഇതൊക്കെ നമുക്ക് വെറും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ മുതലൊക്കെ നിക്ഷേപം തുടങ്ങാൻ സാധിക്കും. വാടക വരുമാനത്തിനൊപ്പം തന്നെ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നതിനൊപ്പമുള്ള നേട്ടവും ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഇനി പലരും ചോദിക്കാം, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ ഗുണമല്ലേ എന്ന് ചോദിക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കൂടുന്നതായിട്ടാണ് നമ്മൾ പല സമയത്തും കാണാറുള്ളത്. ഇപ്പോൾ 1 ലക്ഷം കടന്നിരിക്കുകയാണ്, 1.5 ലക്ഷം ആകുമെന്ന് പറയുന്നുണ്ട്. കാരണം സ്വർണത്തിന് ഇപ്പോൾ വളരെയധികം ആവശ്യം അങ്ങ് കൂടുകയാണ്, ഡിമാൻഡ് കൂടുകയാണ്. പക്ഷേ സ്വർണത്തിൻ്റെ സപ്ലൈ കുറവാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. വെള്ളിയുടെ കാര്യം ഇതുതന്നെയാണ്. ഏതായാലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള സ്വർണത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. സ്വർണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2012 31,050 രൂപയായിരുന്നു 10 ഗ്രാം സ്വർണത്തിൻ്റെ വില. എന്നാൽ 2019 ആയ സമയത്താകട്ടെ 35,220 രൂപ മാത്രമാണ് 10 ഗ്രാം സ്വർണത്തിൻ്റെ വിലയായിട്ട് മാറിയത്. അപ്പോൾ റിട്ടേൺ നോക്കിയാൽ 31,000 രൂപ 35,000 രൂപയായത് 7 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ്. അതും 10 ഗ്രാമിനാണെന്ന കാര്യം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് വളരെ ചെറിയൊരു റിട്ടേൺ ആണ് ഇത് നൽകിയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ 92 മുതൽ 2002 വരെയുള്ള 10 വർഷം നോക്കിയാലോ 4,334 രൂപയിൽ നിന്ന് 4,990 രൂപയായിട്ട് സ്വർണത്തിൻ്റെ വില മാറുകയുണ്ടായി. ഏതാണ്ട് റിട്ടേൺ നോക്കിയാലോ 1.5% പ്രതിവർഷം അത് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്.
പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ചയുണ്ടായി എന്ന് നോക്കുന്ന സമയത്തോ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. സ്വർണ്ണത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8 മുതൽ 9% വരെ അല്ലെങ്കിൽ 10% ഒരു റിട്ടേൺ ആണ് CAGR ആയിട്ട് സ്വർണം നൽകിയിട്ടുള്ളത്. സോ വില കൂടി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ലാഭമാണ് എന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും പറ്റില്ല. കാരണം എത്ര ശതമാനത്തിൽ കൂടി എന്ന് കൂടി മനസ്സിലാക്കണം. അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കണം. 8 മുതൽ 9% റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിന് പണിക്കൂലി നൽകുന്നുണ്ട്, സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് GST നൽകുന്നുണ്ട്, ലാഭത്തിന് നികുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 8% 9% റിട്ടേൺ അത് ഏതാണ്ട് ഒരു FDക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ബാങ്കിലിടുന്ന പോലുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് സ്വർണം ചരിത്രം നോക്കിയാൽ തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങാം. പക്ഷേ ഒരു മികച്ച നിക്ഷേപം എന്ന നിലയിൽ ഇതിൻ്റെ റിട്ടേണിൻ്റെ ശതമാനം ഏതാണ്ട് ഇത്രത്തോളം ആണ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കമ്പനികളുടെ ഓഹരിയിൽ നിക്ഷേപിക്കണം, ഇത്ര ഭാഗം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണം, ഇനി ഇത്ര ഭാഗം നമുക്ക് ബോണ്ടുകളിൽ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിൽ, കടപ്പത്രങ്ങളിൽ, ഡിബഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കാം. പിന്നെ കുറച്ച് ഭാഗം നമുക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ എല്ലാ പണവും കൊണ്ട് ഒരിടത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നത് നല്ലൊരു തീരുമാനമല്ല, വലിയൊരു മണ്ടത്തരമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ റോബർട്ട് കിയോസാക്കി പറഞ്ഞതുപോലെ തന്നെ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം പണത്തെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനുള്ള വഴികളാണ് നമ്മളിവിടെ തേടേണ്ടത് എന്ന കാര്യം. ബാങ്കിൽ പണം വെറുതെ ഇട്ടാൽ അത് വളരില്ല, പണപ്പെരുപ്പം അതിനെ തിന്നു തീർക്കും എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ അസറ്റ്സിൽ നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഈ പണം നമുക്ക് വേണ്ടി പണിയെടുക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. Please subscribe our channel.